Hi, Ullas. Hi. How are you? Fine, sir. Okay, thank you. ഫൈൻ Fine. മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല, ഇല്ല. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. ഒരു VIP കയറി വരുമ്പോൾ അവൻ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ലിസ്റ്റിൽ ആകുകയാണ്. ആണല്ലേ? അതെ. അല്ല മനസ്സിലായില്ല, അതുകൊണ്ട് അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോഴും നിങ്ങൾ മൈനസ് ലിസ്റ്റിലാണ്. പക്ഷെ കുട്ടി പ്ലസ് പോസിറ്റീവ്. ഓക്കെ, ഞാനും താനും പോസിറ്റീവ്. ഓക്കെ, താൻ മാത്രം മൈനസ്. അതാണ്. അതിൽ പോട്ടെ, എനിക്ക് വിഷയമല്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അല്ല കുഴപ്പമൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഈ പൂവിന്റെ ഫ്രണ്ടിലുള്ള ഇരിപ്പൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് ഒരു കുഴപ്പമില്ലല്ലോ? വണ്ടോ തേനീച്ചയോ വല്ലതും വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഈ പൂവിനെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? പൂവിന് വേദനിക്കും. പിന്നെ അതെങ്ങനെ? പൂവിന് വേദനിക്കും. പാടിയത് കേട്ടിട്ടില്ലേ? ഇല്ല. ഏത് പാട്ടാണെന്ന് അറിയില്ലേ? പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. അത് വേദന ഉണ്ടായിട്ടില്ല അങ്ങനെ എഴുതി പാടിയത്. മനസ്സിലായില്ലേ? അല്ല, അതെല്ലാം പോട്ടെ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതെ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ഇവിടെ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സർ. ചെക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ ഓക്കെ ആക്കാം. സാറേ അത് അതല്ലേ സാറേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും ആളെ അങ്ങ് പിടുത്തം. സോറി കേട്ടോ. എന്താണ്? പെട്ടെന്നേ ഈ ചാനലിന്റെ ആളാണ് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായേ. സോറി സോറി സോറി. കണ്ടുപിടിച്ചു അല്ലേ? കോമഡി സ്കിറ്റ് ഒക്കെ കളിക്കില്ലേ? അതെ, അത് ഞാൻ കളിക്കണോ? ഇവിടെ വേറെ ആരല്ലേ? അതല്ല സാറേ, പിന്നെ ഇവിടെ കോമഡി സ്കിറ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ കളിക്കുമ്പോൾ അവർക്ക് പൊന്നാന കൊടുക്കുന്നല്ലോ, തങ്കത്തിൽ പൊതിഞ്ഞ. പൊന്നാനല്ല, പിന്നെ ചേന കൊടുക്കണോ? ആനെ മറ്റേ ചേനയാക്കണം. ചൊറിയുന്ന വർത്താനം പറയരുത്, അല്ലാതെ പറയൂ. അതല്ല സാറേ, പിന്നെ അത് ഈ പൊന്നാന കൊടുക്കുന്നല്ലോ തങ്കത്തിൽ പൊതിഞ്ഞ, അത് മൊത്തത്തിൽ അങ്ങ് സ്വർണ്ണമാക്കി കൊടുക്കാൻ പാടില്ല. ചെയ്യാലോ, നമുക്ക് ചെയ്യാലോ. ഞാൻ നിങ്ങളുടെ കൂടില്ലേ? എന്ത് വെറൈറ്റി വേണമെങ്കിലും, എന്ത് കാര്യങ്ങളും, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാര്യം ചെയ്യുമ്പോൾ, ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വേണ്ടേ? വേണോ? ഞങ്ങളിപ്പോ സാറിന് എന്ത് സഹായം ചെയ്യാം? എനിക്ക് എന്ത് സഹായം ചെയ്യണം? ഒന്നുമില്ല, ഒരു നിസ്സാര കാര്യം. എനിക്ക് ഈ ചാനലില് ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം, അതായത് എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ളൊരു സംഭവം ഒരു ഇന്റർവ്യൂ വേണം. ഈ ചാനലിൽ സാറിന് എന്തിനാ ഇന്റർവ്യൂ? സാറ് ഈ ചാനലിലെ ആളല്ലേ? അത് ഞാൻ പറഞ്ഞു ചാനലിലെ ആളാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തലയെ കയറ്റി വെച്ചെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, അപ്പം ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതാ ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൊടി പിടിക്കാം. നമുക്ക് കൊടി പിടിക്കാന്നേ. നമ്മള് മലയാളികളല്ലേ? ശമ്പളം ഇല്ലെങ്കിൽ നമുക്ക് കൊടി പിടിക്കും. അത്രേ, വേറെ വിഷയങ്ങളൊന്നും. അതിന് കൂടെ നിൽക്കാം. പാറ്റയിടാനുള്ള പരിപാടിയാണ്. എന്താണ്? അല്ല, ഉള്ള കഞ്ഞി പാറ്റയിടാൻ വന്നാണല്ലേ എന്ന് പറഞ്ഞതാ. ഈ വെള്ളപ്പാറ്റ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പാറ്റയുടെ കാര്യമേ പറയത്തുള്ളൂ. അല്ല, ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനുള്ള എന്ത് കഴിവാണ് നിങ്ങൾക്ക്? ഞാൻ ഒരു ഭിക്ഷാകുരനാണ്. ഭിക്ഷക്കുരങ്ങനോ? അതല്ലെന്ന്, ഞാൻ വിഷവൈദ്യനാണ്. ഹൈടെക് വിഷവൈദ്യനാണ് ഞാൻ. അപ്പൊ അതിനെ പറ്റി ഒരു എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ ഇടാമെങ്കിൽ എനിക്ക് അത് വെച്ച് ഇങ്ങനെ കയറി പോകാമല്ലോ. എന്ത് വിഷയത്തിനെ കുറിച്ചാണ്? ഞാൻ പാമ്പുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു പാമ്പിന്റെ കളിത്തോഴനാണ് ഞാൻ. അയ്യോ അല്ലെന്ന്, വിഷവൈദ്യനാണ്. മച്ച മലയാളത്തിൽ പറഞ്ഞ വിഷവൈദ്യനാണ്. ഒരു ഹൈടെക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, ഒരു വെറൈറ്റി ആയിട്ട്. അതെ, ഞങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു തരാം. കോർഡിനേറ്റർ ബിജു ഉണ്ട്. ബിജുവിനോട് ബിജു പുള്ളിയോട് പറഞ്ഞാൽ മതി, പുള്ളി അതിനുള്ള സൗകര്യം ചെയ്തു തരും. എന്താ പ്രശ്നം? അതെ, ഞാൻ ഒരു ഹൈടെക് വിഷവൈദ്യനാണ്. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഈ ബിടെക് കഴിഞ്ഞ് ഹൈടെക്കിലോട്ട് കയറിയാണ്? അല്ലല്ല, ഞാൻ നേരിട്ട് ഹൈടെക്കിലേക്ക് പോയതാണ്. ആണല്ലേ? അതെ. ചാനൽ എന്താ നമുക്ക് അവസരത്തിന് വേണ്ടി വന്നു? അവസരം, എനിക്കൊരു ഇന്റർവ്യൂ. അല്ല, അവസരം കൊടുക്കാം. ഇപ്പൊ പാമ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം താല്പര്യം. അതാണ്, മനസ്സിലാക്കും. അപ്പൊ ഹൈടെക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ വിഷരീതികൾ? ഹൈടെക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വിഷവൈദ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഹൈടെക് രീതി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ സാധാരണ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളൊരു മെയിൽ അയക്കും പാമ്പിന്. അപ്പൊ പാമ്പിങ് വരും. എന്നിട്ട് ആ പാമ്പിനെ കൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ കടിപ്പിക്കും. എന്നിട്ട് അപ്പൊ ആ പാമ്പിന് വിഷമുള്ളൂ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാമല്ലോ. അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ ആ പാമ്പിന് വിഷം ഉണ്ടെങ്കിൽ ആദ്യം പാമ്പിനൊരു സർജറി, പാമ്പിന്റെ വിഷം കളയും, എന്നിട്ട് നിങ്ങളെ ചികിത്സിക്കും. പിന്നെ അങ്ങനെ സുഖകരമായ ആ ചികിത്സ കഴിയുമ്പോൾ നമ്മൾ ഈ പാമ്പും നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. അതെന്തിനാ? അപ്പൊ അങ്ങനെ വേണം. അതാകുമ്പോ പിന്നെ ഈ പാമ്പ് കടിക്കാൻ വന്നാൽ നമുക്കറിയാലോ. ഈ ലിങ്ക് ചെയ്ത് നോക്കിയാൽ പോരെ അവൻ എവിടെ താമസിക്കുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് ലിങ്ക് ചെയ്താൽ നമുക്ക് ടക്ക് 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 അറിയാൻ പറ്റും. ഉല്ലാസേ, നിസാരെ ആളല്ലേ? അതാണ് ഇങ്ങനത്തെ ഈ യുഗത്തിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വലിയ പടം. നമ്മൾ പഴയ വൈദ്യന്മാരെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. മനസ്സിലാക്കും. കാരണം ചാനലിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ പാമ്പിനെ കുറിച്ച് കാണാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ബാബച്ചിയൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് ഭയങ്കര പ്രേക്ഷകരില്ലേ? ബാബച്ചി നമ്മുടെ
ആവാസകേശ്. ആ, അതെ, അതെ. അതൊക്കെ പരിപാടിക്കൊക്കെ ഭയങ്കര അതെ, അതെ, അതെ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ പാമ്പിനെ കൊണ്ട് പണ്ട് തൊട്ട് ഭയങ്കര സംശയങ്ങളും. അതെ. അപ്പൊ നമ്മുടെ ചാനലിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടോ ഞങ്ങൾ ആദ്യം അറിയണം. നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. അല്ല, ഞങ്ങൾക്ക് ഇതിന്റെ പ്രമോ ഒക്കെ വിടണം. ആ, promo നമുക്ക് അതിനെ എടുക്കാം, കുറിച്ച് ഈ പാമ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾ എടുക്കാൻ പറ്റൂ. ആയിക്കോട്ടെ, എന്തിനും ഞാൻ തയ്യാറാണ്. നമ്മുടെ ഓക്കെയാണ്. 1-2 ചെറിയ സംശയങ്ങൾ നമ്മൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അതെ. ഈ പണ്ട് തൊട്ടേ കാരണവന്മാര് പറയുന്നുണ്ട് പാമ്പിന് 100 പാലും കൊടുക്കാം 100 പാലും കൊടുക്കാം. അതെ. എന്താണ് ഈ 100 പാലും കൊടുക്കുക എന്നുള്ളൊരു സംഭവം? അത് നമുക്ക് 100 പാലും കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി പോലിരിക്കും. ആണോ? ചിലർ 100 പാലും കൊടുക്കും, ചിലർ 50 പാലും കൊടുക്കും, ചിലർ 25 കടുങ്കാപ്പി ഇട്ട് കൊടുക്കും, ചിലർ പറയും ഇന്ന് പോ നാളെ വാ, അങ്ങനെ പറഞ്ഞു വിടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ സാമ്പത്തികം പോലിരിക്കും. ഈ പാമ്പിന് സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംഗീതമായിട്ട് അങ്ങനെ ബന്ധം പാമ്പിനില്ല. ആര് പറഞ്ഞു പാമ്പിന് സംഗീതമായിട്ട് ബന്ധമില്ലെന്ന്? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ, മകുടി ഊതുമ്പോൾ പാമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ ഒരു താളത്തിൽ നിൽക്കുന്നത്. അയ്യോ, അത് മകുടി ഊതുന്ന ശബ്ദം കേട്ടൊന്നുമല്ല. പിന്നെ? അത് ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പോകുന്ന. അല്ല, പാമ്പിന് സംഗീതമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്. പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ പിന്നെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ, ആടുപാമ്പേ ആടാടുപാമ്പേ, കാവിലിളം പാമ്പേ. വേറൊരെണ്ണം പാമ്പും വയമ്പും നാവിൽ തൂകും വാനം പാടി. എങ്ങനെ 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 ഒന്ന് പോടാ അവിടുന്ന്. വാ, എന്ത് അവസരം തരാം. പറയൂ. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വലിയൊരു കാര്യം അറിയാൻ വേണ്ടി പറഞ്ഞോളൂ. നമ്മളിപ്പോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട്, അത് ഓഡിയൻസിന് ഒരു ബോധവൽക്കരണമായിരിക്കും. Okay. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പാമ്പ് കടിക്കുന്നതിന് തൊട്ട് മുകളിൽ ഒരു കെട്ട് കെട്ടണം. അത് ഇവിടെ കടിച്ചാൽ ഇവിടെ കെട്ടണം, അവിടെ കെട്ടണം. എന്നിട്ട് ബ്ലേഡ് വെച്ച് പൊന്തി വിടണം. അപ്പൊ നമ്മൾ മുട്ട കടിച്ചാലോ? ആ, മുട്ട കടിച്ചാൽ തുടയിൽ കെട്ടണം. തൊടയെ കെട്ടണം. അപ്പൊ യാദൃശ്യമായിട്ട് തൊടയില കടിക്കുന്നെങ്കിലും അതപ്പോൾ നമ്മൾ വയറിൽ ഒരു കെട്ട് കെട്ടണം. വയറ് കെട്ടണം. അപ്പത്തിന് പോകും. ചില മൂർഖൻ പാമ്പ് ഇങ്ങനെ വാലെ കുത്തി പൊങ്ങി കുത്താറുണ്ട്. അങ്ങനെയുള്ള മൂർഖൻ പാമ്പ് നമ്മുടെ വയറെ കുത്തിയാലോ? നമ്മൾ ഈ ചെസ്റ്റിൽ നെഞ്ചിൽ കെട്ടണം. ആണല്ലേ? അതെ. അങ്ങനെയാണ് നമ്മുടെ കഴുത്തിട്ട് ഇവിടെ പാമ്പ് കൊത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ 2 കെട്ട് കെട്ടണം. അതെന്തിനാ? ഒന്ന് ഇങ്ങനെ ഒരു കെട്ടും കെട്ടണം, പിന്നെ പെരുവിരൽ കെട്ടി ഒരു കെട്ടും കെട്ടണം. അപ്പൊ ഓക്കെ ആവും. ഒന്നും അറിയത്തില്ല. ഇങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചോദിക്കണം പറയൂ പറഞ്ഞു. ചോദിക്കും. ഈ പാമ്പിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവരുമോ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ? അത് ഞങ്ങൾ കൊണ്ടുവരും. താങ്കൾ പാമ്പിനെ പിടിച്ചോണ്ട് വരുമോ? ഞാൻ പാമ്പിനെ പിടിച്ച ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരുന്നത്? ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ എന്തിനാ ഇവിടുത്തെ ഷോയ്ക്ക് പാമ്പിനെ പിന്നെ കൊണ്ടുവരുന്നത്? തമിഴ്നാട്ടിൽ ഇപ്പൊ സീരിയലിൽ മൊത്തം പാമ്പാണ്. കൊണ്ടുകൊടുത്ത ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ശരിയാണ്. ഇനി ആൾക്കാർക്ക് അറിയേണ്ട എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ഇരുനിലമൂരിക്ക് 2 വായ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഒരു വായേ വർക്ക് ചെയ്യുള്ളൂ. അതിന് യഥാർത്ഥ വാ, അതായത് ഇരുനിലമൂരിയുടെ യഥാർത്ഥ വായ എങ്ങനെ അറിയാൻ പറ്റും എന്ന് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയുണ്ട്. അതേ ഉള്ളൂ. അത് നിസ്സാര കേസാണ്. നമ്മൾ ഇരുന്നില പൂരിയെ പിടിക്കുക, പിടിച്ചു കൊടുത്ത് ഒരു ഡെസ്കിന് മേളിൽ ഇടുക, എന്നിട്ട് സൂക്ഷിച്ച് നോക്കണം. അപ്പുറം ഇപ്പുറം നോക്കണം. നമുക്ക് മനസ്സിലാവില്ല തല ഏതാണെന്ന്. നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ആ വയറിന്റെ ഭാഗത്ത് ചെറുതായി നിക്കിട്ട് കൊടുക്കണം. അപ്പൊ ചിരിക്കുന്ന ഭാഗം തല, ചിരിക്കുന്ന ഭാഗം വേറൊരു ഭാഗം. അപ്പൊ നമുക്കൊരു പ്രമോ വിടണം ഇതിന് വേണ്ടി. അതായത് നമുക്കിവിടെ ഒരു പറയൂ. 10-40 അടി പൊക്കമുള്ള വലിയൊരു ഗ്ലാസിന്റെ കൂട് ഇവിടെ കൊണ്ടുപോകും. ഗ്ലാസിന്റെ കൂട് വെക്കും. അതിന്റെ അകത്തേക്ക് നമ്മളൊരു 100-100 വിഷപ്പാമ്പിനെ എടുത്തിടും. എന്നിട്ട് സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. സൈഡിൽ വെച്ച് പറയില്ലേ? പിന്നെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ കാണത്തില്ല. പിന്നെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ഏടി വെച്ച് ഈ കൂടിന്റെ അകത്ത് കയറണം. പാമ്പും കൂടിനകത്ത് കയറണം. 100 പരം പാമ്പുകളുടെ ഇടയിലേക്ക് കൂടിന്റെ അകത്ത് കയറണം. എന്നിട്ട് ഈ പാമ്പിനെ പയ്യെ വകഞ്ഞു മാറ്റി അതിൽ ഏറ്റവും വിഷമുള്ള 8 അടി മൂർഖനെ എടുത്ത് കഴുത്തിൽ പിടിച്ച് പൊക്കിയിട്ട് പറയണം, ദേ ഞാൻ വരുന്നു, ഇതാണ് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള മാർക്ക്, 8 അടി മൂർഖൻ, ഞാൻ വരുന്നു എന്ന് പറയണം. അപ്പൊ ആൾക്കാർ കാണാനിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും. അങ്ങനെ ആകുമ്പം എനിക്ക് 2 തുണിക്കഷ്ണം കൂടി ഇട്ട് തരണം അതിനകത്തോട്. അതെന്തിനാ? അല്ല, നമ്മൾ ആദ്യം വന്നൊരു കെട്ടുണ്ടല്ലോ, ഈ കെട്ട്, ആ കെട്ടൂടെ കെട്ടി ഞാൻ അതിനകത്ത് കിടക്കാം. അതിനകത്തോട് ആരും ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കരുത്. നിങ്ങൾക്ക് പ്രശസ്തനാകട്ടെ. എനിക്ക് പ്രശ്നത്തിനാവണം. അതെന്ത് ശരിയാകുന്നെ? എന്റെ ജീവൻ എന്നുള്ള പ്രശ്നം എനിക്ക് വേണ്ട. അയ്യേ, ഷൂട്ട് ചെയ്യണമെന്ന്. ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ ഫ്ലെക്സ് എടുത്ത് അടിച്ചു വെച്ചു. ഫ്ലെക്സ് ഷൂട്ട് ചെയ്ത് ഞാൻ ഫ്ലെക്സ് വെച്ചാൽ ഇത് പ്രേക്ഷകരുള്ള ഷൂട്ട് ചെയ്ത് ഒന്നും മാറണോ മനുഷ്യ അവിടുന്ന്? എന്നെ കൊല്ലാനായിട്ട് ഉല്ലാസത്തെ പറ, ഷൂട്ട് ചെയ്ത് കൂട്ടിക്കേറി കിടക്കാൻ ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ട് പോകുന്നത്. എനിക്കൊരു ഷൂട്ടും വേണ്ട. പ്രേക്ഷകരെ, എനിക്ക് 2 മക്കളുണ്ടാ. ഇത് പറയുന്നത് കേൾക്കണം. അമ്മയെ പറയുന്ന കേട്ടോ അമ്മേ, പാമ്പും കുട്ടി ഞാൻ കിടക്കാൻ. അമ്മ പ്രേക്ഷകർ കാണാനായിട്ട്